അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 21 ദിവസത്തെ ആത്മനിയന്ത്രണ പരിശീലന പദ്ധതിയുടെ ഒന്നാമത്തെ ടാസ്കായിട്ട് നിങ്ങൾക്ക് ഇന്ന് നൽകിയിട്ടുള്ളത്, ഇന്നത്തെ ദിവസം ആരോടും ദേഷ്യം പിടിക്കരുത് എന്നാണ്. സത്യത്തിൽ ഈ കോപം എന്നുള്ളത് പല തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. മഹാന്മാരെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാ തിന്മകളുടെയും ഒരു അടിസ്ഥാനപരമായ കാരണം കോപമാണ് എന്ന്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മാദാ യുബാഇദുനി മിൻ ഗളബില്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് എന്നെ ദൂരത്താക്കി കളയുന്ന കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നാണ്. അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ കൂടെയുള്ളവരോട് കോപിക്കാതിരിക്കാൻ വിശ്വാസിക്ക് സാധ്യമാവണം. വിശ്വാസികളായ മുത്തഖീങ്ങളായ മനുഷ്യന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ പറയുന്നിടത്ത് പരിശുദ്ധമായ ഖുർആനിൽ കാണാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈദ് വൽകാളിമീനൽ ഗൈദ്, കോപത്തെ പിടിച്ചു വെക്കുന്നവരാണ് അവർ. കോപമുണ്ടാവും, മനുഷ്യന്മാരാവുമ്പോൾ ദേഷ്യമൊക്കെ വരും. പക്ഷെ ആ ദേഷ്യത്തെ സന്ദർഭോചിതമായി സമയോചിതമായി പിടിച്ചു വെക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികള്, മുത്തഖീങ്ങള് എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിക്കുന്നു. കോപം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വഇദാ ഗളിബ അഹദുകും ഫൽയസ്കുത്, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ. ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഗളിബ അഹദുകും വഹുവ ഖായിമുൻ ഫൽയജ്ലിസ്, നിൽക്കുന്നൊരവസ്ഥയിലാണ്, നിന്ന അവസ്ഥയിലാണ് ഒരാൾക്ക് ദേഷ്യം വരുന്നതെങ്കിൽ അവൻ ഇരിക്കട്ടെ, അപ്പോൾ അവൻ്റെ കോപം നീങ്ങിപ്പോകും. അഥവാ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അവൻ മാറട്ടെ. ആ ദേഷ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മറപ്പിച്ചു കളയുന്ന, അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയുന്ന കാര്യങ്ങളിലേക്ക് അവൻ ശ്രദ്ധയെ തിരിക്കണം. അതേപോലെ ദേഷ്യം വരുന്ന സമയം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന രണ്ട് വ്യക്തികൾ അവർ തമ്മിൽ വഴക്കു കൂടുന്നത് കണ്ടപ്പോൾ അവരിൽ ഒരാളുടെ മുഖം ഇങ്ങനെ ദേഷ്യം കാരണം ചുവന്നു തുടുത്തു, ഞരമ്പുകളൊക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുകിയിട്ടാണുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കൊരു വചനം അറിയാം, ഇന്നി ലഅഅലമു കലിമത്തൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദു, എനിക്കറിയുന്ന ആ കാര്യം അയാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് സംഭവിച്ച ആ ദേഷ്യം നീങ്ങിപ്പോകുന്നതാണ്. അതേതാണെന്നറിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുന്ന മനോഹരമായ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ കോപം നീങ്ങാൻ വേണ്ടി കോപം വരുന്ന അവസരത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ദിവസമെന്നല്ല എപ്പോഴും നമ്മുടെ കോപത്തെ പിടിച്ചു വെക്കാനുള്ള ഹദീസിൽ പറഞ്ഞ വഴികൾ സ്വീകരിക്കുക. നമ്മുടെ ആത്മനിയന്ത്രണത്തിന് ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യമാണ് നമുക്ക് വരുന്ന ദേഷ്യത്തെ പിടിച്ചു വെക്കുക എന്നുള്ളത്. ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.